കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടിയിരിക്കുന്നു. മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന രീതി കേരള ജനത തിരുത്തി. 1977 ഇങ്ങനെ സംഭവിച്ചിരുന്നു. 111 അംഗങ്ങളുമായി മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും അന്ന് മുഖ്യമന്ത്രി മാറി. അച്യുതമേനോന് പകരം കെ കരുണാകരൻ വന്നു. കരുണാകരൻ 1 മാസം കഴിഞ്ഞ് രാജിവെച്ചു. ആന്റണി വന്നു. 1 വർഷം കഴിഞ്ഞ് ആന്റണി രാജിവെച്ചു. PKV വന്നു. അദ്ദേഹവും 1 വർഷത്തിനുള്ളിൽ രാജിവെച്ചു. CH വന്നു. 1 മാസം കഴിഞ്ഞ് രാജിവെച്ചു. 4ാമത്തെ മുഖ്യമന്ത്രിയാകാൻ KM മാണി ഒരുക്കപ്പെട്ടു. പക്ഷേ ഗവർണർ വെട്ടി. ഇത്തവണ 100ഓളം സീറ്റുകളുമായാണ് വിജയം. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ മാറി പരീക്ഷിച്ചിട്ടും സീറ്റുകൾ നിലനിർത്താനായി എന്നതാണ്. പാർട്ടി ശക്തമാവുകയും വ്യക്തികളെക്കാൾ ഉന്നതമാവുകയും ചെയ്യുമ്പോഴത്തെ നിലയാണത്. കേരളത്തിലടക്കം സംസ്ഥാന സർക്കാരുകളെ കേന്ദ്രം ഭരിക്കുന്ന BJP ശ്വാസം മുട്ടിക്കാൻ നോക്കിയ സംസ്ഥാനങ്ങളിലെല്ലാം ജനങ്ങൾ കേന്ദ്രത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ബംഗാളിൽ വലിയ വിജയം സ്വപ്നം കണ്ട BJPയെ വളരെ പിന്നിലാക്കിക്കൊണ്ട് മമതാ ബാനർജിയുടെ പാർട്ടി വിജയിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മമതയെ വെള്ളം കുടിപ്പിക്കുന്നതായി തോന്നിപ്പിച്ചിരുന്നു. അണ്ണാ DMKയുമായി ചേർന്ന് ഭരണം പിടിക്കുവാൻ BJP വല്ലാത്ത കളികൾ കളിച്ച തമിഴ്നാട്ടിലും ജനം പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിനങ്ങളിൽ DMK നേതാവ് സ്റ്റാലിൻ്റെ ബന്ധുക്കളുടെ വീട്ടുകളിൽ പോലും കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തുകയായിരുന്നു. ആസാമിൽ നില മെച്ചപ്പെടുത്തുവാൻ BJPക്ക് ആയില്ല. പുതുച്ചേരിയിൽ മാത്രമാണ് കഷ്ടിച്ച് മുഖം രക്ഷിക്കാനാവുന്നത്. അതും പഴയ കോൺഗ്രസ്സുകാരെ ഒന്നാകെ വിലക്കെടുത്ത കച്ചവടത്തിലൂടെ മാത്രം. കേരളത്തിലെ സ്ഥിതി ദയനീയമായി തന്നെ തുടരുന്നു. കേന്ദ്ര ഏജൻസികൾ തലങ്ങും വിലങ്ങും ഓടുന്ന കേരളത്തിൽ ഉണ്ടായിരുന്ന താമര കൂടി വീഴുകയായിരുന്നു. CPM ചരിത്ര ദൗത്യം നേടി. നേമത്ത് വിജയിച്ചത് CPMലെ ശിവൻകുട്ടിയാണെങ്കിലും അതിന് കാരണമായത് കോൺഗ്രസിലെ മുരളീധരനാണ്. അദ്ദേഹം കോൺഗ്രസ് വോട്ടുകൾ ആകെ സ്വന്തമാക്കിയപ്പോൾ CPMനായി മണ്ഡലത്തിൽ ഭൂരിപക്ഷം BJP തോറ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥിതിയാണ് പരമദയനീയം. കേരളത്തിലടക്കം അവർക്ക് ദയനീയമായ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ജീവൻ മരണ പോരാട്ടം എന്ന് വിശേഷിപ്പിച്ച കേരളത്തിൽ 2016 ദയനീയമായി പാർട്ടി പരാജയപ്പെടുന്നു. പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടുമോ എന്ന് തീർച്ചയില്ലാത്ത നിലയിലാണ് പാർട്ടി. 2016 ഉമ്മൻചാണ്ടിക്ക് തുടർ ഭരണം കിട്ടാതിരിക്കുവാൻ കളിച്ചവരെല്ലാം താൻ കുഴിച്ച കുഴിയിൽ വീഴുന്ന കാവ്യനീതിയാണ് ഇപ്പോൾ നിറവേറുന്നത്. ഈ നേതാക്കൾക്കോ ഇന്നത്തെ ശൈലിക്കോ പാർട്ടിയെ രക്ഷിക്കാനാവില്ല എന്ന് വ്യക്തം. സമദൂരം സിദ്ധാന്തമൊക്കെ പറഞ്ഞ് പരസ്യമായ നിലപാടിൽ നിന്നും വിട്ടുനിന്നിരുന്ന NSS ഇക്കുറി ഭരണമാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പരസ്യ നിലപാടെടുത്തത് അവർക്ക് തന്നെ തിരിച്ചടിയായി. അവരുടെ ആസ്ഥാനം നിലനിൽക്കുന്ന ചങ്ങനാശ്ശേരിയിൽ ഇടതുമുന്നണി വിജയിച്ചു. പരസ്യ പ്രതികരണം നടത്താതിരുന്ന വെള്ളാപ്പള്ളിയായി കൂടുതൽ ബുദ്ധിമാൻ. കേരളത്തിൽ ഇടതുമുന്നണി നേടുന്ന വൻ വിജയത്തിന് തിളക്കം കെടുത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയുടെ പാലായിലെ തോൽവി. ജോസിൻ്റെ പാർട്ടി അന്തസ്സുള്ള വിജയം നേടുമ്പോഴും ജോസ് തോൽക്കുന്നു എന്നതാണ് കൗതുകകരമായ യാഥാർത്ഥ്യം. പാലായിലെ BJP വോട്ടുകൾ കച്ചവടം ചെയ്താണ് UDF ജയിച്ചത് എന്ന് ജോസ് കെ മാണി പറയുന്നു. പാലായിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് കിട്ടിയ 25,000 വോട്ടുകൾ ഇക്കുറി പകുതിയായി കുറഞ്ഞതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി തൻ്റെ തോൽവിയെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണം നടത്തിയത്. BJPയുടെ വോട്ടുകൾ മാത്രമല്ല, ഇടതുപക്ഷത്തെ വോട്ടുകളും ഇവിടെ നഷ്ടമായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഇടതുമുന്നണി ഭരിക്കുന്ന മിക്കവാറും പഞ്ചായത്തുകളിലെ വോട്ട് നില ആശ്വാസ്യമല്ല. ജോസ് കടുത്തുരുത്തിയിൽ മത്സരിച്ചാൽ മതിയായിരുന്നു എന്ന് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ചിരുന്നെങ്കിൽ ജോസ് കൂടി നിയമസഭയിൽ എത്തുമായിരുന്നു എന്ന വാദം ശക്തമാകുന്നുണ്ട്. മുസ്ലിം തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച PC ജോർജ് പൂഞ്ഞാറിൽ തോൽപ്പിക്കപ്പെട്ടു. മുസ്ലിം ലീഗ് ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളായിട്ടും മുസ്ലിം കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണി ലീഡെടുത്തത് മുസ്ലിം സമൂഹം എത്ര ലക്ഷ്യബോധത്തോടെ നിലപാടുകൾ എടുക്കുന്നു എന്നതിൻ്റെ അടയാളമായി. തോറ്റ ജോർജ് പിന്മാറാനിടയില്ല. പാമ്പിനെയാണ് വേദനിപ്പിച്ചത് എന്ന് വേദനിപ്പിച്ചവർ മനസ്സിലാക്കാനാണിട. അദ്ദേഹം തന്നെ ചെയ്ത നിരവധി കാര്യങ്ങൾ തിരുത്താനുണ്ടാവും. 3 മുന്നണികളും നല്ല ടീം സ്പിരിറ്റോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ ചിത്രം. അതുകൊണ്ട് തന്നെ ഓരോ മുന്നണിയുടെയും വോട്ടുകൾ അവരുടെ പെട്ടിയിലാക്കുവാൻ മിക്കവാറും അവർക്കായിട്ടുണ്ട്.
എന്നാൽ അതിനിടയിലും പല മണ്ഡലങ്ങളിലും അടിയൊഴുക്കുകൾ ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളുണ്ട്. അതിന് തെളിവാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച തിളക്കമാർന്ന വിജയം. കേരള കോൺഗ്രസിൻ്റെ വരവ് മൂലം അവരുടെ ജനവിഭാഗങ്ങളുള്ള പ്രദേശങ്ങളിൽ ഇടതുമുന്നണിയുടെ നില വളരെ മെച്ചമായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ കാലം 5 വർഷമാണ്. അതുകൊണ്ട് തോറ്റവർക്കെല്ലാം തീർന്നു എന്നല്ല അർത്ഥം. തിരിച്ചുവരവനായി ജനങ്ങൾക്കെല്ലാം നിൽക്കാനുള്ള അവസരമാണ് കൈവരിക. മന്ത്രിസ്ഥാനം കിട്ടുന്നവർക്കും അവരുമായി അടുപ്പമുള്ളവർക്കും ഭരണം നല്ലതാണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും തലവേദനയാണ് ഫലം. മന്ത്രിമാരുടെ നിർണയം മുതൽ ആരംഭിക്കുന്നു തലവേദന. ഭരിക്കുന്നവർക്ക് ചുറ്റും രൂപപ്പെടുന്ന മുഖസ്തുതിക്കാർ നാട്ടിൽ നടക്കുന്ന സത്യം മനസ്സിലാക്കുവാൻ തടസ്സമായി മാറും. ഇടതു പാർട്ടികളിൽ ആഭ്യന്തര വിമർശനങ്ങളും വിലയിരുത്തലുകളും എല്ലാം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറെ കൂടി മികച്ചതാണ്. നിയമസഭാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകുന്നതിനും സാധ്യത പ്രതിപക്ഷത്തിനാണ്. സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങളെയും ജാഗ്രതയോടെ വീക്ഷിച്ചാൽ എന്തെല്ലാം അവസരങ്ങളാണ് പ്രതിപക്ഷത്തിന് കിട്ടുക. സർക്കാർ നിയമങ്ങളിലെ കുറവുകൾ കണ്ടെത്തുക തുടങ്ങി കഴിവുള്ള MLA-മാർക്ക് പ്രതിപക്ഷത്തെ സീറ്റാണ് കൂടുതൽ പ്രയോജനം ചെയ്യുക. പാർട്ടി പ്രവർത്തകരുമായി കൂടുതൽ ബന്ധം പുലർത്താനും തങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താനും പ്രതിപക്ഷത്തിനാണ് കൂടുതൽ എളുപ്പം. 2 ശക്തമായ പാർട്ടികളായി മാറിയ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് സംഘടനാ സംവിധാനം ബലപ്പെടുത്തി ശക്തരാകുവാനുള്ള അവസരം പ്രതിപക്ഷത്താണ് കൂടുതൽ കൈവരിക. അട്ടിമറികൾ ധാരാളമുണ്ടായി. BJPയുടെ കേരളത്തിലെ ഗുജറാത്ത് എന്ന് BJP അവകാശപ്പെട്ടിരുന്ന നേമത്ത് BJPക്ക് അടിപതറി. അവിടെ അവരുടെ തുറുപ്പുചീട്ടായ കുമ്മനം രാജശേഖരൻ തോറ്റു. കുമ്മനത്തെ പേടിപ്പിക്കുവാൻ കോൺഗ്രസ് ഇറക്കുമതി ചെയ്ത K. കരുണാകരൻ്റെ പുത്രൻ K. മുരളീധരന് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. BJP കൊട്ടും കുരവയുമായി കൊണ്ടു നടന്ന മെട്രോമാൻ ശ്രീധരനെ പോലുള്ളവർ തിളക്കമുണ്ടാകാതെ കറുത്തുപോയി. കോൺഗ്രസ് യുവനേതാക്കളായ VT ബലറാം, KS ശബരിനാഥൻ തുടങ്ങിയവരുടെ തോൽവി കോൺഗ്രസിന് കൂടുതൽ കനത്ത പ്രഹരമായി. മത്സര രംഗത്തുണ്ടായിരുന്നവരിൽ എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 2020യെയും നിരീക്ഷകർ ഗൗരവത്തോടെ എടുത്തതാണ്. തൂക്കു നിയമസഭ വരികയും 2020ക്ക് ഏതാനും സീറ്റുകൾ നേടാനാവുകയും ചെയ്താൽ സർക്കാർ രൂപീകരണത്തിൽ അവർക്ക് നല്ല പങ്ക് വഹിക്കാനാവുമായിരുന്നു. അവർ തോറ്റമ്പി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ അതിക്രമമൊന്നും നിയമസഭയിൽ കാണിക്കാൻ തയ്യാറില്ലെന്ന് ജനം കാണിച്ചു തന്നു. ജനാധിപത്യ ക്രമത്തിന് നന്മകളെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് ഓരോ സമൂഹത്തിനും അവർ അർഹിക്കുന്ന സർക്കാരിന് ലഭിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പഴയ പ്രമാണങ്ങളൊന്നും ഇക്കാലത്ത് അത്ര ശരിയാവാറില്ല. ജനവിധി പല വിധത്തിൽ കബളിപ്പിക്കപ്പെടുകയും അനർഹരായവർ അധികാരം കവരുകയും ചെയ്യാറുണ്ട്. യുദ്ധത്തിലും പ്രണയത്തിലും ഒന്നും തെറ്റല്ലെന്ന് പറയുന്നത് പോലായിട്ടുണ്ട് തെരഞ്ഞെടുപ്പും. 15ാം കേരള നിയമസഭ തിളക്കമുള്ള നിരവധി മുഖങ്ങൾ ഇല്ലാത്തതാവും. KC ജോസഫ്, തോമസ് ഐസക്, G. സുധാകരൻ, EP ജയരാജൻ, BD ദേവസി, രാജു അബ്രഹാം, VS സുനിൽകുമാർ, ES ബിജിമോൾ തുടങ്ങിയ പല പ്രഗത്ഭരും മത്സരിച്ചതേയില്ല. KS ശബരിനാഥൻ, VT ബലറാം, അനിൽ അക്കര തുടങ്ങിയ യുവ നേതാക്കൾ മത്സരിച്ചു തോറ്റു. വൻ ഭൂരിപക്ഷം കിട്ടിയ ഇടതുമുന്നണി എല്ലാ ഘടകകക്ഷികളെയും മന്ത്രിസഭയിൽ ചേർക്കുമോ എന്നത് ഇനിയും വ്യക്തമല്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ നിയമസഭയിലെ ഏകാംഗ പാർട്ടികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇക്കുറി എന്താവും തീരുമാനമെന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. തീരുമാനം എന്തായാലും എല്ലാവരും അനുസരിക്കും. അതാണ് അവിടുത്തെ ചിട്ട. ഭരണമുന്നണികൾ സാധാരണ ആഭ്യന്തര കലാപങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പിനിറങ്ങാറുള്ളത്. ഭരണം ഉപയോഗിച്ച് പരസ്പരം ഒതുക്കാനും ചെറുതാക്കുവാനും നടന്നിട്ടുള്ള നീക്കങ്ങളുടെ മുറിവുകൾ അതിനെ നിർബന്ധിക്കാറുമുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ ഇക്കുറി ഇടതുമുന്നണി അപവാദമായി. പിണക്കങ്ങളില്ലാതെ അവർ മത്സര രംഗത്തിറങ്ങി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനാധിപത്യ മുന്നണിയിലെ 2 കക്ഷികളെ കൂടെ കൂട്ടി ജനാധിപത്യ ചേരി ആകെ ദുർബലമാക്കുന്നു എന്ന ചിന്തയും പരത്തി. 2016-നേക്കാൾ ശക്തമായ മുന്നണിയുമായാണ് അവർ മത്സരത്തിനിറങ്ങിയത്. അതിന് നേട്ടം അവർക്കുണ്ടാവുകയും ചെയ്തു. 140 അംഗ നിയമസഭയിൽ 99 സീറ്റ്. വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുന്നവർ വളരെ പെട്ടെന്ന് തകരാറുണ്ട് എന്ന പാരമ്പര്യവുമുണ്ട്. മുന്നണി വിപുലീകരണം വരെ നടത്തി ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനിറങ്ങിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ പിന്നിലായി എന്ന ചിന്ത ശക്തമായിരുന്നു. പുതുമുഖങ്ങൾക്കായി പോയതിന് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ഭീതി അവസാന നിമിഷത്തിലുമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ തീരുമാനത്തെ ജനം അംഗീകരിച്ചു. ഇടതുമുന്നണിയിൽ പിണറായി അപ്രമാദിത്വമുള്ള ഭരണാധിപനാവുകയാണ്.
തുല്യരിൽ ഒന്നാമൻ എന്നതാവില്ല മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ പദവി. സമശീർഷരില്ലാത്ത സ്ഥിതി വരും. പാർട്ടിയിലും മുന്നണിയിലും അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാത്ത ഉയരത്തിലാണ് അദ്ദേഹം. അവധിയിലായ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രിസഭയിൽ എത്തും എന്ന് പ്രചാരണമുണ്ട്. പിണറായി തിരിച്ചെത്തിയതോടെ കള്ളക്കടത്തടക്കം കേസുകളുമായി കേന്ദ്ര ഏജൻസികൾ ശക്തമായി എത്താനിടയുണ്ട്. കൊടകരയിലെ കുഴൽപ്പണ കേസ് അടക്കമുള്ളവ പിണറായിക്കും ശക്തമായി ഉപയോഗിക്കാനാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയോടെ ജനാധിപത്യ മുന്നണിയുടെ അസ്തിത്വം തന്നെ അപകടത്തിലാവുകയാണ്. മുന്നണിയിൽ ഘടകകക്ഷികൾക്കുള്ള വിശ്വാസം പോലും ഇല്ലാതാകും. തിരിച്ചുവരവിൻ്റെയും 1967 9 നിയമസഭാ പാർട്ടിയുടെയും കണക്കുമായി നേതാക്കന്മാർ നിരത്താനിടയുണ്ട്. പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരെല്ലാം രാജിവെക്കും എന്നാണ് അറിയാനുള്ളത്. ഏതായാലും ശുഭകരമല്ല അവിടെ ഇപ്പോൾ കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ മുന്നിലായിരുന്ന ഇടതുമുന്നണിയെ പല കാരണങ്ങൾ കൊണ്ട് പുറകോട്ട് വലിച്ച് കുതിച്ചു കയറാൻ ജനാധിപത്യ മുന്നണിക്കായി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വല്ലാതെ സ്വാധീനിക്കത്തക്ക വിധം NSSും ചില കത്തോലിക്ക രൂപതകളും അവസാന നിമിഷം തങ്ങൾക്കൊപ്പം വന്നതായി ജനാധിപത്യ മുന്നണി അവകാശപ്പെട്ടു. അതൊന്നും വോട്ടായതായി കാണുന്നില്ല. അവകാശവാദം ശരിയായില്ലെന്നാണ് സൂചന. ലതിക സുഭാഷ് ഉയർത്തിയ കൊടുങ്കാറ്റ് പോലുള്ള വിഷയങ്ങൾ ഉണ്ടായെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ വലിയ പരിക്കുണ്ടാകാതെ കോൺഗ്രസ് മുന്നോട്ട് പോയി. പാർട്ടി പ്രവർത്തകരെ മറന്ന് സിനിമാ താരങ്ങളെയും മറ്റും ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ചില്ലറ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം എതിരായതോടെ അതെല്ലാം വിഷയമാവും. ജോസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര യോജിപ്പോടെ ജനാധിപത്യ മുന്നണിക്ക് പ്രവർത്തിക്കാനാകുമായിരുന്നില്ല എന്ന് കരുതുന്ന നിരീക്ഷകരുണ്ട്. ജോസ് പോയെങ്കിലും ജോസിൻ്റെ കൂടെ നിന്ന് ജനം പോയിട്ടില്ല എന്ന് ജനാധിപത്യ മുന്നണി ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു. അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ജോസും പറഞ്ഞു. ജോസ് പോയതുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല കുടിയേറ്റ മേഖലകളിലും ശക്തി ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ചിലർ തോൽക്കുകയോ ചിലർക്ക് ഭൂരിപക്ഷം കുറയുകയോ ഒക്കെ ചെയ്തതിന് കാരണം അവരുടെ പോക്കാണ്. ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായതോടെ രമേശിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം ലീഗിന് കൊടുക്കേണ്ടി വരുന്ന സ്ഥിതി വരുമോ എന്ന സംശയം ഇപ്പോഴും ബാക്കിയാണ്. ലീഗ് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തിയായി മാറുന്നത് പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കും കാരണമാവും. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ലീഗിൻ്റെ എല്ലാ കളികളിലും നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി CHനെ പോലെ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള കളി കളിച്ചുകൂടുന്നില്ല. മുനീറിനെ പോലെ കൂടെയുള്ളവരെ വളരെ ബുദ്ധിപൂർവ്വം തോൽക്കാൻ വിട്ടുകൊടുക്കുകയാണ് കുഞ്ഞാപ്പ എന്ന് ലീഗിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു. മുനീർ തോറ്റാൽ അത് ലീഗിന് വലിയ അടിയാകുമെങ്കിലും കുഞ്ഞാലിക്കുട്ടി ചോദ്യം ചെയ്യപ്പെടാത്ത നിലയിലും മൂന്ന് മുന്നണികളിൽ BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ മറ്റു മുന്നണികളിലെ പോലെ അങ്ങനെ പാർട്ടികളില്ല. ഉള്ളത് SNDPക്കാർ സ്ഥാപിച്ച BDJS മാത്രം. PC തോമസ് നിയമയുദ്ധത്തിലൂടെ സ്വന്തമാക്കിയ കേരള കോൺഗ്രസ് അവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്സുകാരെ തൻ്റെ പാർട്ടിയിൽ ലയിപ്പിച്ച് ജനാധിപത്യ മുന്നണിയിൽ പ്രവേശിച്ചു. അതോടെ ഒരു പാർട്ടി കൂടി ദേശീയ ജനാധിപത്യ സഖ്യം വിട്ടു. അതായത് ഘടകകക്ഷികളുടെ വോട്ട് കിട്ടി ആരും ജയിക്കില്ല അവിടെയെന്ന്. മെട്രോമാൻ ശ്രീധരൻ, മുൻ DGP ജേക്കബ് തോമസ് തുടങ്ങിയവരെ സ്ഥാനാർത്ഥികളാക്കിയ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ നല്ല തിളക്കമുണ്ടാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് അവകാശപ്പെടാത്തവരാണവർ. തങ്ങൾ നിയമസഭയിൽ 2 അക്കത്തിനപ്പുറം കടക്കും എന്ന് പരസ്യമായി പറഞ്ഞിരുന്നവർക്ക് 2016 ജയിച്ച നിയമവും 400 വോട്ടിന് നഷ്ടപ്പെട്ട മഞ്ചേശ്വരവും പോലും ഇക്കുറി നിലനിർത്താനായില്ല. 35 സീറ്റ് കിട്ടിയാൽ കേരള ഭരണം പിടിക്കും എന്ന് പറഞ്ഞവർക്ക് ഒന്നും കിട്ടിയില്ല. സാധാരണ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടനെ BJP സംസ്ഥാന അധ്യക്ഷനെ മിസോറാം ഗവർണർ ആക്കാറുണ്ട്. ഇക്കുറി പകരം മെട്രോമാനെ വല്ല ഉപരാഷ്ട്രപതിയോ കേന്ദ്രമന്ത്രിയോ ആക്കാനാവും പരിപാടി. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും BJPയുടെ നിലപാടുകളോട് കേരളത്തിൽ അനുഭാവം കൂടുന്നുണ്ട്. ഇടതു വലതു മുന്നണികളുടെ മുസ്ലിം പ്രീണന സമീപനം തന്നെയാണ് അതിന് കാരണം. അടുത്ത സർക്കാർ ഏത് മുന്നണിയുടേതായാലും അവർ പഴയകാല സമീപനമാണ് തുടരുന്നതെങ്കിൽ അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ BJPക്ക് പിന്തുണ വർദ്ധിക്കും. BJP വിരുദ്ധരായ പാർട്ടികൾ പറയുന്ന തടസ്സങ്ങളൊന്നും ആ ഒഴുക്കിന് വിഘാതമുണ്ടാക്കാനും ഇടയില്ല. ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ മതേതര മുസ്ലിമുകളെന്ന് അവകാശപ്പെടുന്നവർ കാണിക്കുന്ന നിസ്സംഗതയും രഹസ്യമായ ഒത്താശയും തമിഴ് പുലികൾ നടത്തിയ രാജീവ് വധം പോലെ തിരിച്ചടിക്കുന്ന
തിരുത്താനാവാത്ത അബദ്ധമാകും. അവർക്ക് തന്നെ വിനയാവുകയും ചെയ്യും. ലവ് ജിഹാദിലൂടെ കുറെ കുട്ടികളെ മുസ്ലിമുകളാക്കാനായാലും അതിലൂടെ സമൂഹത്തിലെ വലിയ വിഭാഗം അവർക്കെതിരെ നിൽക്കുന്ന സാഹചര്യം വളരും. അക്കൂട്ടർ സ്വാഭാവികമായും എത്തിച്ചേരുക BJPയിലാവും. കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ മാണിയോ ജോസഫോ ആകട്ടെ അത്ര രൂക്ഷമാകുന്നുണ്ട് സർക്കാരുകളുടെ മുസ്ലിം പ്രീണനത്തോടുള്ള രോഷം. ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കണം എന്ന് അവകാശപ്പെടുന്നത് ആ അമർഷത്തിൻ്റെ പ്രകടനമാണ്. വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുക മാത്രമല്ല, ഓരോ ജനവിഭാഗത്തിനും അവർക്ക് അർഹതപ്പെട്ടത് ലഭ്യമാക്കുവാനും മുൻകൈയെടുക്കണം. ആയിരത്തി 1964 മുതൽ കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം അസ്തിത്വം തെളിയിച്ച കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചിടത്തോളം കടുത്ത അഗ്നിപരീക്ഷണമാണ് പൂർത്തിയാകുന്നത്. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഒന്നുപോലെ കേരള കോൺഗ്രസിനെ അംഗീകരിക്കുകയും ഇതുപോലെ ഹൃദയം തുറന്ന് പിന്താങ്ങുകയും ചെയ്ത മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ജോസ് കെ മാണിയെ നിഗ്രഹിക്കണമെന്ന് ആഗ്രഹത്തോടെ കോൺഗ്രസ് അവർക്കൊപ്പമുള്ള കേരള കോൺഗ്രസിനെ കയ്യും മെയ്യും മറന്ന് പിന്താങ്ങിയപ്പോൾ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ വലിയ കടന്നുകയറ്റം നടത്തുവാനുള്ള സാധ്യതയായി കേരള കോൺഗ്രസ് മാണിയെ തിരിച്ചറിഞ്ഞ് ഇടതുമുന്നണിയും പിന്താങ്ങി. പാലയും കടുത്തുരുത്തിയും പിടിക്കാനായില്ലെങ്കിലും ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങൾ കിട്ടിയെന്നത് അവരുടെ ആസൂത്രണം ഫലമുണ്ടാക്കി എന്നാണ് വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഇരു കേരള കോൺഗ്രസിലും വിഷയമായിരുന്നു. റാന്നി, പിറവം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരിൽ മാണിയിൽ പ്രതിഷേധമുണ്ടായി. ജോസഫിലുണ്ടായ പ്രതിഷേധം വലിയ പരിക്കില്ലാത്ത വിധം PJ ജോസഫ് പരിഹരിച്ചു. 1976 പിളർപ്പിന് ശേഷം കേരള കോൺഗ്രസ് എന്ന പേരിൽ ഒരു പാർട്ടി വലതുമുന്നണിയിൽ മത്സരിക്കുന്നത് ആദ്യമാണ്. കേരള കോൺഗ്രസ് പിള്ള, മാണി, ജോസഫ്, ജേക്കബ് സെക്യുലർ തുടങ്ങിയ പേരുകളിലാണ് അവർ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കിയ ലയനമാണ് NDA ആയിരുന്ന കേരള കോൺഗ്രസിനെ ജനാധിപത്യ മുന്നണിയാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും വരെ ജോസിനെ അംഗീകരിച്ചതോടെ ജോസഫിന് മത്സരിക്കുവാൻ ഒരു പാർട്ടി ഇല്ലാതെ വന്നു. PC തോമസിൻ്റെ കേരള കോൺഗ്രസിൽ ലയിച്ച് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു. PJ ജോസഫിനെ ചെയർമാനും PC തോമസിനെ വർക്കിംഗ് ചെയർമാനുമായി നിയോഗിച്ച് അവർ ലയിച്ചു. ലയനം സംബന്ധിച്ച പ്രക്രിയകളെല്ലാം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചതും വെറുതെയല്ല. തീരുമാനങ്ങളിൽ ഫ്രാൻസിസ് ജോർജ് ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പദവി ഏറ്റെടുക്കുന്നില്ല എന്നും പറഞ്ഞു. തന്നേക്കാൾ വളരെ ജൂനിയറായ മോൻസ് എക്സിക്യൂട്ടീവ് ചെയർമാനായിരിക്കെ അതിലുമേറെ താഴെ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ക്ലേശം മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ കൂട്ടുകാരുടെ കെണിയിൽ വീണാണെങ്കിലും ജോസഫിനെ ഒരിക്കൽ വിട്ടുപോയവനാണ് ഫ്രാൻസിസ്. PC തോമസിനും ആ ചരിത്രമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെതാണ് പാർട്ടിയുടെ പേര്. ഈ സാഹചര്യത്തിൽ സർവീസ് ബ്രേക്കില്ലാത്ത മോൻസിന് ഉയർന്ന പദവി കിട്ടുന്നത് ന്യായമാണ്. ഫ്രാൻസിസ് നല്ല നേതാവാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടിയ പദവി ഏറ്റെടുക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇടുക്കിയിൽ തോൽക്കുക കൂടി ചെയ്തതോടെ ഫ്രാൻസിസ് കൂടുതൽ ദുർബലനായി. എങ്കിലും ശാന്തമായി കാത്തിരുന്നാൽ പാർട്ടി ഫ്രാൻസിസിൻ്റെ കയ്യിൽ വരും. ഫ്രാൻസിസിൻ്റെ വിമ്മിട്ടം കേരള കോൺഗ്രസ്സുകാർ ഏതാനും നേതാക്കന്മാരുടെ രക്ഷയ്ക്കായി ഉണ്ടാക്കുന്ന ലയനങ്ങളുടെ പൊതു ദുരന്തമാണ്. 1977 ഇന്ദിര ഏർപ്പെടുത്തിയ ലയനം മുതൽ 2010 മാണിയും ജോസഫുമായി നടന്നതടക്കം എത്രയോ ലയനങ്ങൾ ആ പാർട്ടിയിൽ നടന്നു. 2018 ഓഗസ്റ്റ് 1 കോട്ടയത്ത് PC തോമസ് നടത്തിയ PT ചാക്കോ അനുസ്മരണത്തിൽ വെച്ച് PC തോമസും ജോണി നെല്ലൂരും അടക്കം കേരള കോൺഗ്രസുകൾ ഒന്നിച്ചു ലയിക്കണമെന്നും അതിന് മാണി സാർ നേതൃത്വം കൊടുക്കണമെന്നും പറഞ്ഞപ്പോൾ മാണി പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. എനിക്കതിനുള്ള ബാല്യം ബാക്കിയില്ല, തോമസ് മുൻകൈയെടുക്കുക. അതിനു മുമ്പ് നേതാക്കന്മാർക്കും അണികൾക്കുമിടയിൽ സ്നേഹമുണ്ടാകണം. നിങ്ങൾ തമ്മിൽ നന്നായി സ്നേഹിക്കാതെ ലയനമുണ്ടായാൽ ഗുണപ്പെടില്ല, മാണി ഉപദേശിച്ചു. കേരള കോൺഗ്രസിനെ അടുത്തുനിന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം അതൊരു സ്നേഹ കൂട്ടായ്മയായിരുന്നു. ജോർജ് സാറും ബാലകൃഷ്ണപിള്ള സാറും മാത്തച്ഛനും കുഞ്ഞുമാണിയും കുര്യാച്ചനും ലൂക്കാച്ചനും പാപ്പച്ചനും കുറുപ്പു സാറും VJയും അപ്പച്ചനും ഈപ്പച്ചനും തോമസ് ചേട്ടനും ഔസേപ്പച്ചനും കുഞ്ഞോമച്ചനും കൊച്ചൗസേപ്പച്ചനും MS കുതിരവട്ടവും ദേവസ്യച്ചനും ഡോക്ടർ മോനും ജോണിയും ജോമോനും മോനും രാജുവും ജോയിയും നോബിളുമെല്ലാം ചേർന്ന ഒരു കുടുംബം. അവർ പരസ്പരം വിളിച്ചിരുന്നത് ആ പേരുകളാണ്. അവരുടെ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു ആ വിളി.
പദവികൾക്ക് വേണ്ടി തർക്കമുണ്ടായപ്പോൾ മുറിഞ്ഞത് ആ ബന്ധമാണ്. പലരും പലയിടത്തായി. വിളക്കിച്ചേർക്കലുകൾക്ക് ഒന്നിപ്പിക്കാനാവാത്ത അകൽച്ചയാണ് അതുണ്ടാക്കിയത്. ഉറച്ച ദൈവഭയമുള്ളവരായിരുന്നു എല്ലാവരും. അതുകൊണ്ടാണ് ലീഗ് പോലെ വർഗീയ പാർട്ടി ആകാതിരുന്നത്, എല്ലാവരെയും പരിഗണിച്ചത്. പക്ഷേ അപ്പഴുതിലൂടെ പലരും ശരിക്കും അവരുടെ സമുദായത്തെ ചൂഷണം ചെയ്തു. കേരള കോൺഗ്രസിന് 1964 ഉണ്ടായിരുന്ന ദർശനങ്ങളും പരിപാടികളും കാലോചിതമായ മാറ്റം സ്വീകരിച്ചിട്ടില്ല. 1964 കർഷകരല്ല ഇന്നത്തെ കർഷകർ. ഇന്നത്തെ അണികളുടെ വികാരങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടുള്ള നയപരിപാടികൾ ഉണ്ടാക്കാൻ പാർട്ടിക്കായിട്ടില്ല. സമൂഹ ജീവിതമായി ഇടപഴകി ജീവിക്കാനും കഴിയുന്നില്ല. മാണി സാർ വെട്ടിയ ഒരു വഴിയുണ്ട്. നാട്ടിലെ റോഡുകൾ നന്നാക്കുക, മരിച്ചടക്കിനും വിവാഹത്തിനുമെല്ലാം എത്തുക. അതുമാത്രമാണ് നേതാക്കളുടെ ദൗത്യം എന്നായിട്ടുണ്ട് ഇന്ന്. മാണി സാറിനെ പോലെ നിയമസഭയിൽ തിളങ്ങാൻ ആർക്കും കഴിയുന്നില്ല. അതിനുള്ള ഒരുക്കവും ആരും നടത്തുന്നില്ല. കേരള കോൺഗ്രസ് നേതാക്കളുടെ സഭാപ്രവർത്തനത്തിൽ ഗൗരവമായ എന്തെങ്കിലും വരുന്നു എന്ന ചിന്ത ഇന്നില്ല. ഇതിനെല്ലാം സാധ്യത കൂടുതൽ കിട്ടുക പ്രതിപക്ഷത്താണ്. 1967 മുതൽ 69 വരെയും 1970 മുതൽ 1975 വരെയുമുള്ള നിയമസഭയിലെ കടന്നാക്രമണങ്ങളാണ് കുഞ്ഞുമാണിയെ മാണി സാറാക്കിയത്. മാണി സഭയിൽ എഴുന്നേറ്റാൽ എതിർബെഞ്ചിലെ പ്രഗത്ഭരെല്ലാം ഉണർന്ന് കോട്ട പണിയുമായിരുന്നു. അസാധ്യമല്ല, കഠിനാധ്വാനം വേണം, പാർട്ടി ശക്തമാകണമെന്ന് ആർക്കാണ് ആഗ്രഹം? എനിക്ക് വല്ലതും കിട്ടണം, അതുമാത്രമായി ലക്ഷ്യം. ഓരോ നേതാവിൽ നിന്നും കാര്യം കാണാൻ അടുത്തുകൂടുന്നവർ മുഖസ്തുതി മാത്രം പറയുന്നു. നാട്ടിലെ വികാരം പോലും മനസ്സിലാക്കാനാവാതെ വരുന്ന നേതൃത്വം. സിദ്ദിഖ് കാപ്പൻ കേസിൽ ഭാരതത്തിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിലെടുത്ത നിലപാടുകൾ അമ്പരപ്പിക്കുന്നതായി. 2018 പ്രവർത്തനം നിലച്ച മലയാള ദിനപത്രം സിറാജിന്റെ റിപ്പോർട്ടർ എന്ന മൂടുപടത്തിനുള്ളിൽ കാപ്പൻ തീവ്രവാദ പ്രവർത്തനം നടത്തുകയാണ് എന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ട് എന്ന മുസ്ലിം സംഘടനയുടെ ഡൽഹി ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് കാപ്പൻ എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിനു വേണ്ടി തുഷാർ മേത്ത കോടതിയെ ധരിപ്പിച്ചത്. കാപ്പന്റെ ഭാര്യ അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കി പണം സമാഹരിക്കുവാൻ ശ്രമിക്കുന്നതായും തുഷാർ മേത്ത കോടതിയിൽ പരാതിപ്പെട്ടു. മദനി അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ നാളുകളിൽ എന്ന പോലെ കാപ്പന്റെ ഭാര്യ ചാനലുകളിലെത്തി ഭർത്താവിനു വേണ്ടി വാദിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ ഏത് ഭാര്യയാണ് ചെയ്യാത്തത് എന്ന് തുഷാർ മേത്ത ചിന്തിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷേ പർദ്ദയിട്ടവർ ഇത്തരം വെല്ലുവിളികൾക്കൊക്കെ വരുന്നതിന് പിന്നിൽ മറ്റു പലരും ഇല്ലേ എന്ന് കാപ്പനെ എതിർക്കുന്നവർ ചോദിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ഒരു ദളിത് യുവതിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ പോയ കാപ്പനെയും ഒപ്പമുണ്ടായിരുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനല്ലെന്നും അവർക്കൊപ്പം യാത്ര ചെയ്തു എന്നേ ഉള്ളൂ എന്നുമാണ് പത്രപ്രവർത്തക സംഘടനയുടെ നിലപാട്. 2020 ഒക്ടോബറിൽ അറസ്റ്റിലായ കാപ്പനും കൂട്ടുപ്രതികളായ 7 പേർക്കുമെതിരെ 5000 പേജുള്ള കുറ്റപത്രമാണ് ഉത്തർപ്രദേശ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കാപ്പൻ പത്രപ്രവർത്തകനല്ലെന്നും പത്രപ്രവർത്തനത്തിന്റെ മറയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവനാണെന്നുമെന്നാണ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. കോവിഡ് ബാധിതനായ കാപ്പനെ ആശുപത്രിയിൽ കൈകളും കാലുകളും ബന്ധിച്ചാണ് കിടത്തിയിട്ടുള്ളതെന്നും അവിടെ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്നും കാപ്പന്റെ ഭാര്യയും കേരള പത്രപ്രവർത്തക യൂണിയനും സുപ്രീം കോടതിയിൽ വാദിച്ചു. കാപ്പനെ കൈയും കാലും ബന്ധിച്ചല്ല ആശുപത്രിയിൽ കിടത്തിയിരിക്കുന്നതെന്നും കോവിഡ് മുക്തനായ അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റിയെന്നും മേത്ത വാദിച്ചു. ഡൽഹിയിലെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിന് 2 തടസ്സങ്ങളാണ് മേത്ത ഉന്നയിച്ചത്. ഒന്ന്, ഉത്തർപ്രദേശിലെ ആശുപത്രികളെക്കുറിച്ച് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും. 2, ഡൽഹിയിലെ ആശുപത്രികളിൽ നിറഞ്ഞു കവിഞ്ഞുള്ള കോവിഡ് രോഗികളിൽ ഒരാളെ മാറ്റി രോഗവിമുക്തനായ കാപ്പനെ പ്രവേശിപ്പിക്കണമെന്ന് പറയാൻ തനിക്കാവില്ല. അതുകൊണ്ട് അദ്ദേഹം കോടതിയോട് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൂടി പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടു. കോടതിയുമായി ഇത് സംബന്ധിച്ച് വാഗ്വാദം തന്നെയുണ്ടായി. സുപ്രീം കോടതി കാണിച്ച നീതിബോധത്തെയും സ്വതന്ത്ര നിലപാടിനെയും പ്രശംസിക്കുന്നവർക്കും തുഷാർ മേത്ത പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു. പത്രപ്രവർത്തനത്തിൻ്റെ മറവിൽ പലതരം ഹീനപ്രവർത്തനങ്ങളിലും വ്യാപരിക്കുന്നവരുണ്ടെന്നും പത്രപ്രവർത്തകർക്കുള്ള അവകാശങ്ങൾ ദുരുപയോഗിക്കുന്നവരുണ്ടെന്നും ഉള്ള ചിന്ത ശക്തമാകുന്നുണ്ട്. 1980കളിലെ RS ബാബു നിയമസഭാ പാസ് കേസിന് ശേഷം കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം കോടതിയിൽ കേസിനെത്തുന്ന അപൂർവ വേളയായത്. സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നതിനും മറ്റും വേണ്ടിവരുന്ന സാമ്പത്തിക ബാധ്യതകൾ കണക്കിലെടുക്കുന്നവർക്കും സന്ദേഹങ്ങളുണ്ട്.
സ്വന്തമായോ മറ്റു പത്രപ്രവർത്തകർക്കൊപ്പമോ ആണ് സാധാരണയായി സംഭവങ്ങൾ അന്വേഷിക്കുന്നതിന് പത്രപ്രവർത്തകർ പോകാറുള്ളത്. അപൂർവ അവസരങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ സഹായവും തേടും. 1982 കരുണാകര ഭരണകാലത്ത് വിഴിഞ്ഞത്ത് ഒരു സമുദായ കലാപം ഉണ്ടായപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി വയലാർ രവി ഓടിച്ച ഒരു വാഹനത്തിൽ ഏതാനും പത്രപ്രവർത്തകർ സംഭവസ്ഥലത്ത് പോയതുപോലെ അപൂർവ സംഭവങ്ങൾ കാണും. പക്ഷേ സഹയാത്രക്കാർ അപകടകാരികളാണെങ്കിൽ പത്രപ്രവർത്തകനും കുടുങ്ങും എന്ന് കാപ്പൻ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.